ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ റവ കേക്കാട്ട് ഉണ്ടാക്കാൻ പോണേ. റവ ഒന്ന് നല്ലോണം പൊടിച്ചെടുത്ത് വരട്ടോ. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ലേശ തരിയൊക്കെ ഉണ്ട്, ഇന്നതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു അര ഭാഗം പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു 125 ഗ്രാം ഉണ്ടാവും. അപ്പം അതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത് ഈ 4 മുട്ട നമുക്ക് ജാറിലോട്ട് ഒഴിച്ചെടുക്കാം. ജാറ് നല്ലോണം ഉണങ്ങിയ ജാറാവണം, വെള്ളത്തിന്റെ നനവൊന്നും പാടില്ല കേട്ടോ. നല്ലോണം ഉണങ്ങിയൊരു ജാറാണ് എടുത്തത്. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണ്ട. ഇനി നമുക്ക് മുട്ട ഒന്ന് നല്ലോണം അടിച്ചെടുത്ത് വരാം. നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് അതിലോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്ത് കൊടുക്കാം. ഞാൻ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വരാം. ഒരു സ്പൂൺ വാനില എസൻസ്, നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്ത് ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് റവ ചേർത്തി കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഇടാം. ആദ്യം എന്നിട്ട് അത് അടിച്ചെടുത്ത് ഇനി ബാക്കിയുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. അതടിച്ച് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ 2 മണിക്കൂർ നമ്മളതൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പൊ അതൊന്ന് നല്ല 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. നമുക്ക് പാനൊന്ന് ചൂടായി വെച്ച് കുക്കർ നമുക്കൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് എല്ലായിടത്തും പരത്തി ഇടാം. നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. നമ്മളെ റവൊക്കെ ഒന്ന് കുതിർന്ന് വന്നുകൊണ്ട് നമുക്ക് പാലായതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കത് കുക്കറിലോട്ട് ഒഴിച്ചെടുക്കാം. ബബിൾസ് ഒക്കെ ഒന്ന് പോക്കാം. നമുക്ക് അടച്ച് വിസിലൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി. നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.